വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 290 കടന്നു. 200-ലധികം പേർ ഇനിയും കാണാമറയത്താണ്. രക്ഷാപ്രവർത്തനം മൂന്നാം ദിനവും തുടരുകയാണ്. കൂടുതൽ യന്ത്രസാമഗ്രികൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തിച്ചിട്ടുണ്ട്. ചൂരൽമലയിൽ ബെയിലി പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, മൂന്നാം ദിവസവും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ബെയിലി പാലത്തിന്റെ അടക്കം നിർമ്മാണം എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? ഏറ്റവും പുതിയ വിവരം എങ്ങനെയാണ്? 195 അടി നീളമുള്ള പാലമാണ് സൈന്യം നിർമ്മിക്കുന്നത്. അതിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ പ്രധാനമായും ഉരുൾപൊട്ടൽ ബാധിച്ച വീടുകളുടെ ഇതുവരെയുള്ള കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. അത് 348 കെട്ടിടങ്ങളെയാണ് ഉരുൾപൊട്ടൽ സാരമായി ബാധിച്ചത്. മറ്റൊരു ദൗർഭാഗ്യകരമായൊരു വസ്തുത എന്ന് പറയുന്നത് ഈ മുണ്ടക്കൈ അട്ടമല ഭാഗങ്ങളിൽ ഇനി ആരും തന്നെ ജീവനോടെ ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നൊരു വിവരം അത് സൈന്യം സർക്കാരിനെ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ അവിടെ നിന്നും മൃതദേഹം കണ്ടെത്തിയവരും ക്യാമ്പിലേക്ക് മാറിയവരുമായ ആളുകളാണ് ഉള്ളത്. മുണ്ടക്കൈ ചൂരൽ മേഖലയിൽ ഇപ്പോഴും തെരച്ചിൽ തുടരുന്നുണ്ട്. അതിനായി ഏകദേശം 500ഓളം സൈനികരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. അതിനു പുറമെ കേരള പോലീസിന്റെ 1000 പേർ തെരച്ചിൽ സ്ഥലത്തുണ്ട്. മറ്റ് 1000 പേരെ മലപ്പുറത്തുമായി വിന്യസിച്ചിട്ടുണ്ട്. മലപ്പുറം ചാലിയാറിൽ ഉൾപ്പെടെയുള്ള ഒരു തെരച്ചിൽ തുടരുകയാണ്. ഇവിടെ ഇടയ്ക്കിടെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് ഈ രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുമുണ്ട് എന്നതാണ് ആതിര. ഈ കനത്ത മഴ രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിലും ബെയിലി പാലത്തിന്റെ നിർമ്മാണം എപ്പോഴാണ് പൂർത്തിയാകുക? ബെയിലി പാലത്തിന്റെ നിർമ്മാണം ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി ഹിറ്റാച്ചികളും JCBകളും എല്ലാം തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കുന്നുമുണ്ട്. പുറമേ നിന്നുള്ള ഹിറ്റാച്ചികൾ ഉൾപ്പെടെ തമിഴ്നാട്ടിൽ നിന്നടക്കമുള്ള ഹിറ്റാച്ചികൾ അടക്കം ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്. അത് കൂടുതൽ ഈ മുണ്ടക്കൈ മേഖലയിൽ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായാണ് അത്തരത്തിൽ ഈ ഹിറ്റാച്ചികളും മറ്റും എത്തിക്കുന്നത്. ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 500 സൈനികർക്ക് പുറമെ തന്നെ സൈന്യത്തിന്റെ 3 സ്നിഫർ നായകളെ തെരച്ചിലിന് ഉപയോഗിച്ചിരുന്നു. കേരള പോലീസിന്റെ കെടാവർ നായകളെയും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രവൃത്തി നിലവിൽ ബെയിലി പാലത്തെ കുറിച്ചാണ് ചോദിച്ചത്. ആ ബെയിലി പാലത്തിന്റെ പ്രവൃത്തി വളരെ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ അതൊരു പൂർത്തീകരണത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇന്നലെ രാത്രിയിലും നിർത്താതെ ഇതിന്റെ പ്രവൃത്തി നടത്തി എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രവൃത്തി അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ഇത് പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ പൂർത്തിയായ ഉടൻ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള ഹിറ്റാച്ചിയും JCBയും മറ്റ് സംവിധാനങ്ങളുമെല്ലാം ഉപയോഗിച്ച് മുണ്ടക്കൈ ഭാഗത്ത് തെരച്ചിൽ ഊർജിതപ്പെടുത്തും. അവിടെയുള്ള ചെടികളിലെല്ലാം തന്നെ തെരച്ചിൽ ഊർജിതമാക്കും. അവിടെ എന്തെങ്കിലും ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന കാര്യമാണ് പരിശോധിക്കുന്നത്. ഇനി ആരും ജീവനോടെ ഇല്ല എന്നൊരു വിവരം നൽകിയതോടുകൂടി മുണ്ടക്കൈ ഭാഗത്തുള്ള നിലവിൽ ജീവനുള്ള ആളുകൾ മിക്കവാറും എല്ലാവരും തന്നെ ക്യാമ്പുകളിലേക്ക് മാറിയിട്ടുണ്ട്. മറ്റുള്ളവർ മരണപ്പെട്ടിട്ടുണ്ട്. ഇനി ആരെങ്കിലും മണ്ണിനകത്ത് മൃതശരീരങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും പരിശോധിക്കേണ്ടത്. അതിനായി ഇവിടെയുള്ള കെട്ടിടങ്ങൾ ഉൾപ്പെടെ പൊളിച്ചു നോക്കി അതിനകത്ത് പ്രവേശിച്ച് പരിശോധന നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് സൈന്യം വ്യക്തമാക്കുന്നത്. ഇപ്പോൾ പ്രധാനമായും പുഴയിലടക്കമുള്ള തിരച്ചിൽ നടത്തുന്നുണ്ടോ? പുഴയിൽ ഇന്നും മൃതദേഹം കണ്ടെത്തിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മൃതദേഹങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? 20 കുട്ടികളെയാണ് ഇപ്പോൾ 29 കുട്ടികളെയാണ് കാണാനില്ല എന്നുള്ളൊരു കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തീർച്ചയായും അത് ഇവിടെയുള്ള വിദ്യാലയങ്ങളിൽ ഉള്ള കുട്ടികളുടെ കണക്ക് പ്രകാരം DDE അറിയിച്ചതാണ്. ഉരുൾപൊട്ടലിനെ തുടർന്ന് മുണ്ടക്കൈ വെള്ളാർമല പ്രദേശത്തെ 2 സ്കൂളുകളിൽ നിന്നും മേപ്പാടി ഭാഗത്തെ 2 സ്കൂളിൽ നിന്നും അങ്ങനെ 4 വിദ്യാലയങ്ങളിൽ നിന്നുള്ള 29 വിദ്യാർത്ഥികളെയാണ് കാണാതായത്. ഇതിൽ വെള്ളാർമല സ്കൂളിൽ നിന്ന് മാത്രം 11 കുട്ടികളെയാണ് കാണാതായത്. ഈ 29 കുട്ടികളിൽ 4 പേരുടെ മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മറ്റ് 25 പേരെയാണ് ഇനി കണ്ടെത്തേണ്ടതുള്ളത്. ഒപ്പം ഈ സൂചിപ്പിച്ചതുപോലെ ചാലിയാർ പുഴയിൽ നിന്നും ഇന്നും മൃതദേഹങ്ങൾ എത്തിയിരുന്നു. ആ മൃതദേഹങ്ങളെല്ലാം തന്നെ ലഭിക്കുന്ന മൃതദേഹങ്ങളെല്ലാം തന്നെ ലഭിച്ച് അത് ആശുപത്രിയിൽ എത്തിയാൽ 3 മിനിറ്റിനകം തന്നെ
പോസ്റ്റ്മോർട്ടം നടത്തുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം എല്ലാം തന്നെ വളരെ വേഗത്തിൽ പൂർത്തിയാക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെ കുറിച്ചാണ്. അവർ വലിയ മാനസികമായ ആഘാതം നേരിടുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അവരുടെ ആ മാനസിക ആഘാതം കുറയ്ക്കുന്നതിനാവശ്യമായ കൗൺസിലിംഗ് അത് എന്തായാലും നൽകി വരുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 348 കെട്ടിടങ്ങളെയാണ് ഉരുൾപൊട്ടൽ ബാധിച്ചിട്ടുള്ളത്. വേറൊന്ന്, ഈ മൊബൈൽ ഫ്രീസറുകളുടെ അവൈലബിലിറ്റി സംബന്ധിച്ച വിവരമാണ്. 129 മൊബൈൽ ഫ്രീസറുകളാണ് നിലവിലുള്ളത്. അതിൽ 59 എണ്ണമാണ് ഉപയോഗിക്കുന്നത്. മറ്റൊന്ന്, കർണാടക കേരളത്തിന് വേണ്ടി മൊബൈൽ ഫ്രീസർ നൽകാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ള കാര്യം കൂടിയുണ്ട്. എന്തായാലും ഈ രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ തുടരുകയാണ്. ഒപ്പം ഈ കാണാതായ ആളുകളെ കണ്ടെത്താൻ ആവശ്യമായ ഒരു നോഡൽ ഓഫീസറെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇനിയും തിരിച്ചറിയാത്ത ആളുകളുടെ മൃതദേഹങ്ങൾ അത് സംസ്കരിക്കുന്ന കാര്യം അതാത് പഞ്ചായത്തുകൾക്ക് തീരുമാനിക്കാം എന്നുള്ള കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, കൂടുതൽ വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, ബെയിലി പാലത്തിന്റെ നിർമ്മാണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഉച്ചയോടെ പൂർത്തിയാകുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ പ്രദേശത്ത് കനത്ത മഴ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? നിലവിൽ റിയാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ബെയിലി പാലത്തിന്റെ നിർമ്മാണം അവിടെ ശക്തമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ നടക്കുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ആ പാലത്തിന്റെ ഏതാണ്ട് അതിൻ്റെ അടിസ്ഥാന പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി അതിൽ ഈ യാത്ര ചെയ്യാനുള്ള തരത്തിൽ അതിൻ്റെ ഷീറ്റുകൾ, ഈ തകര ഷീറ്റ്, ഇരുമ്പ് ഷീറ്റുകൾ അതിൽ വിരിക്കുക എന്നുള്ള ജോലിയാണ് നടക്കുന്നത്. അത് വലിയ താമസമില്ലാതെ തന്നെ പൂർത്തിയാകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്രയും വേഗം ആ പ്രവർത്തനം പൂർത്തിയാകും. അത് പൂർത്തിയാകുന്നതോടുകൂടി രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാൻ സാധിക്കും. ഈ ഒറ്റപ്പെട്ടു പോയ മുണ്ടക്കയും അതുപോലെ തന്നെ ഈ അട്ടമലയും പുഞ്ചിരിമട്ടവും എല്ലാം അത് ചൂരൽമലയുമായി ബന്ധപ്പെടുത്താനുള്ള ഒരു സാഹചര്യം കൂടി. ആന്റണി, തുടരുക. ഇപ്പോൾ മന്ത്രി OR കേളു ഇപ്പോൾ നമ്മളോട് കൂടെ ടെലിഫോൺ ലൈനിലുണ്ട്. മിനിസ്റ്റർ, ഇപ്പോൾ ഏത് രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് അവിടെ തുടരുന്നത്? ബെയിലി പാലത്തിന്റെ അടക്കം നിർമ്മാണം ഇപ്പോൾ പുരോഗമിക്കുകയല്ലേ? രക്ഷാപ്രവർത്തനം ഇന്ന് രാവിലെ തന്നെ ആരംഭിച്ചു. ഇന്നലെ രാത്രി ഏകദേശം 10ഓളം JCB പുഴക്കക്കരെ കടന്ന് അതിരാവിലെ തന്നെ നമ്മുടെ പരിശോധനകൾ നടത്തി. തകർന്നുപോയ വീടിന്റെ അടിയിലുള്ള പരിശോധന തുടങ്ങിയിരുന്നു. അത് പ്രകാരം 6ഓളം ബോഡികൾ നമുക്ക് ഇന്ന് കണ്ടെടുക്കാൻ വേണ്ടി സാധിച്ചു. അതോടൊപ്പം തന്നെ താൽക്കാലിക പാലത്തിന്റെയും പണി രണ്ട് പാലത്തിന്റെയും പണി ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതോടുകൂടിയിട്ട് ജനങ്ങൾക്ക് അക്കരെ ഏകദേശം കടക്കാനും ഈ പരിശോധനയിലും അതുപോലെ തന്നെ ബോഡി കണ്ടെത്തുന്ന കാര്യത്തിലൊക്കെ കടക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് ഈ പ്രവർത്തനത്തിന്റെ ഒരു മികച്ച നേട്ടമായിട്ടാണ് നമുക്ക് വിലയിരുത്താൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ പ്രതികൂല കാലാവസ്ഥയാണ്, ശക്തമായിട്ടുള്ള മഴയാണ് ഇപ്പോഴും ഉള്ളത്. ശക്തമായ മഴയാണെങ്കിലും രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കുന്നു. പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിലും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മൃതദേഹങ്ങളൊക്കെ കണ്ടെത്തിയതൊക്കെ ഇനി എത്ര മൃതദേഹങ്ങൾ തിരിച്ചറിയാനുണ്ട്? അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അതെ, പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ നമ്മൾ എല്ലാം ലഘൂകരിച്ചിട്ടുണ്ടല്ലോ. ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം ലഘൂകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ ലഘൂകരിച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കൊടുക്കുന്ന ഒരു നടപടിക്രമമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 93 മൃതദേഹങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചു. കാര്യങ്ങളൊക്കെ വേഗം തന്നെ ഒരു തടസ്സമില്ലാതെ നടക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒന്നിച്ചു നിന്നാണ് ഈ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. നാട്ടുകാര് എല്ലാവരും ഉണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും MP-മാരും എല്ലാവരും സ്ഥലത്ത് ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആൾക്കാർക്ക് വലിയ ഒരു പ്രചോദനവും വലിയ ആവേശമാണ് നൽകുന്നത്. അപ്പോൾ വലിയ ഒരു പരാതിക്ക് ഇട കൊടുക്കാത്ത രീതിയിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നന്ദി മിനിസ്റ്റർ. OR കേളുവാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. ആന്റണി ഉണ്ട്. ആന്റണി, ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത് കൂടെ കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു രക്ഷാപ്രവർത്തനമായിരിക്കും അവിടെ നടക്കുക. കനത്തമായിട്ടുള്ള മഴയിലും പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിലൊക്കെ രക്ഷാപ്രവർത്തനം, പുഴയിലടക്കമുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ്.
തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബെയിലി പാലത്തിന്റെ നിർമ്മാണം അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അത് എത്രയും വേഗം തന്നെ പൂർത്തിയാകുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് സജീവമായി തന്നെ ഏറ്റവും ഊർജിതമായുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. ചൂരൽമല, മുണ്ടക്കൈ, അതുപോലെ തന്നെ പുഞ്ചിരിമട്ടം, അകമല തുടങ്ങിയ മേഖലകളിലായിരുന്നു രാവിലെ മുതൽ തിരച്ചിലുണ്ടായിരുന്നത്. പക്ഷേ ഉച്ചയോടുകൂടി മഴ കനക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ മണ്ണിടിച്ചിലിൻ്റെ ഒരു ഭീഷണി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധ്യതയുള്ളത് കൊണ്ട് ഈ പുഞ്ചിരിമട്ടം മേഖലയിലുള്ള തിരച്ചിൽ താൽക്കാലികമായി നിർത്തി അവിടെ നിന്ന് രക്ഷാപ്രവർത്തകർ മടങ്ങുകയാണ് ചെയ്തത്. മുണ്ടക്കൈ ഭാഗത്തും രക്ഷാപ്രവർത്തകർ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അതിൽ കുറച്ചുപേരും ഇപ്പോൾ മടങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ മുണ്ടക്കൈയിൽ ഇപ്പോഴും തെരച്ചിൽ തുടരുന്നുണ്ട്. അവിടെ കുറച്ചുപേർ ഇപ്പോഴും സൈന്യവും NDRFിൻ്റെയും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരും ഈ മണ്ണുമാന്തി യന്ത്രങ്ങളും അവിടെ തുടരുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിൽ അവിടെ മണ്ണ് നീക്കി കെട്ടിടങ്ങൾക്ക് സമീപമുള്ള മണ്ണ് നീക്കുകയും ചെളി നീക്കുന്ന പരിപാടികളും ഒക്കെ അവിടെ നിലവിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. ആ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം അവിടെ നിന്ന് ഇന്ന് ഒരു മൃതദേഹമാണ് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് എന്നതാണ് ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും രക്ഷാപ്രവർത്തനത്തിന് മഴ ഇന്നലത്തേതുപോലെ തന്നെ വെല്ലുവിളിയാകുന്നുണ്ടെങ്കിൽ പോലും അത് നിലവിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പ്രതിസന്ധി ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ പുഞ്ചിരിമട്ടത്താണ് ഇപ്പോൾ ആ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഉച്ചയോടുകൂടിയാണ് പുഞ്ചിരിമട്ടത്ത് തിരച്ചിൽ കുറച്ചുകൂടി ഊർജിതമാകുന്നത്. കാരണം ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ അവിടേക്ക് എത്തിച്ചത് ഉച്ചയോടുകൂടിയാണ്. മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ച ശേഷമാണ് അവിടെ ഈ മണ്ണ് നീക്കിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. അത് തുടങ്ങിയ ശേഷം ആണ് അവിടെ മഴ വരുന്നത്. മഴ വന്നതോടുകൂടി ഈ മണ്ണിടിച്ചിലിൻ്റെ സാധ്യത, ഉരുൾപൊട്ടലിൻ്റെ സാധ്യത ഉണ്ടായതോടുകൂടി ആ തിരച്ചിൽ അവസാനിപ്പിച്ച മടങ്ങുകയാണ് രക്ഷാപ്രവർത്തകർ അവിടെ ചെയ്തത്. പക്ഷേ തിരച്ചിൽ മുണ്ടക്കൈയിൽ ഇപ്പോഴും അവിടെ മണ്ണുമാന്തി യന്ത്രങ്ങളുടെ സഹായത്തോടെ തുടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ബെയിലി പാലത്തിൻ്റെ നിർമ്മാണവും സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ബെയിലി പാലത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടനയടക്കം അതിൻ്റെ പണി പൂർത്തിയായിരിക്കുന്നു. ഇനി ഉള്ളത് അതിലെ ഈ തകര ഷീറ്റുകൾ ഉൾപ്പെടെ, അതായത് നമുക്ക് യാത്ര ചെയ്യാനുള്ള പ്രതലമൊരുക്കുക എന്നുള്ളതാണ്. അത് ഷീറ്റുകൾ ഉപയോഗിച്ചാണ്, ഇരുമ്പ് ഷീറ്റുകളാണ് അത് ഒരുക്കിയിരിക്കുന്ന സ്ട്രക്ചറിലേക്ക് അത് ഘടിപ്പിക്കുന്ന ഒരു അവസാന ഘട്ട പരിപാടിയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അത് എത്രയും വേഗം പൂർത്തിയാകും എന്നുള്ളത് തന്നെയാണ്. അത് പൂർത്തിയായാൽ ആ പാലത്തിലൂടെ ഇനി രക്ഷാപ്രവർത്തകർക്ക് കടന്നു പോകാൻ കഴിയും. ഇപ്പോൾ നമ്മൾ കണ്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മഴ വരുന്ന സമയത്ത് ഈ പുഴയിലൂടെ മലവെള്ളപ്പാച്ചിൽ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടുന്ന ഒരു സമയത്ത്, ആ സമയത്ത് ഈ താൽക്കാലിക പാലം മാത്രമാണ്, നടപ്പാലം മാത്രമാണ് അവിടെയുള്ളത്. ഒരുപക്ഷെ അത് ഇന്നലെ ഉണ്ടായിരുന്ന ഒരു താൽക്കാലിക പാലത്തിൽ നിന്ന് അത് മുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് അതിൽ കൂടെ രക്ഷാപ്രവർത്തകർക്ക് കടന്നു പോകാനുള്ള ഒരു സാഹചര്യം വളരെ ബുദ്ധിമുട്ടിയാണ് അവർ ഓരോരുത്തരെയായിട്ട് കടത്തിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ രാത്രി അവിടെ കുറച്ചുകൂടി ഉയരത്തിലൊരു താൽക്കാലിക പാലം, ഇന്നലത്തേതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി വീതിയൊക്കെയുള്ള ഒരു താൽക്കാലിക പാലം സൈന്യം തയ്യാറാക്കിയിരുന്നു. ആ പാലത്തിലൂടെയാണ് ഇന്നും വന്നത്. പക്ഷേ ഇന്നും ഈ മഴ കനക്കുന്ന അല്ലെങ്കിൽ ഈ പുഴയിലെ ഒഴുക്ക് തുടരുന്ന സാഹചര്യത്തിൽ ഇതിലൂടെ രക്ഷാപ്രവർത്തകർക്ക് കടന്നു പോവുക എന്നുള്ളത് പ്രതിസന്ധിയാണ്. അവരിപ്പോഴും ഓരോരുത്തരായി കടന്നു പോരുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ഈ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായാൽ അത് രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ച് എളുപ്പത്തിൽ ഈ മുണ്ടക്കൈ മേഖലയിലൂടെ മുണ്ടക്കൈയിലേക്കും ഈ പറയുന്ന അട്ടമലയിലേക്കും പുഞ്ചിരിമട്ടത്തേക്കും ഒക്കെ പോകാനുള്ള എളുപ്പ വഴിയായി മാറും. ആ വഴിയിലൂടെ എത്രയും വേഗം അവിടേക്ക് വാഹനങ്ങളിൽ തന്നെ രക്ഷാപ്രവർത്തകർക്ക് പോകാം. ഇപ്പോൾ നിലവിൽ തുടരുക. ഇപ്പോൾ മേപ്പാടി ടൗൺ പള്ളി വികാരി ഫാദർ സണ്ണി എബ്രഹാം ടെലിഫോൺ ലൈനിലുണ്ട്. ഫാദർ, ഇപ്പോൾ മൂന്നാം ദിവസവും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇനിയൊരു ജീവന് പോലും ഇല്ല എന്നുള്ളതാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത്. എന്നാലും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. നിലവിൽ കനത്ത മഴയാണ് പ്രദേശത്ത് തുടരുന്നത്. നിലവിലെ സാഹചര്യം ഇപ്പോൾ എന്താണ്? രക്ഷാപ്രവർത്തനം ഒരുമാതിരി ഫുൾ സ്വിംഗിൽ പോകുന്നതായിട്ടാണ് ഞങ്ങളും അറിയുന്നത് മാം. ഇവിടുന്ന് എനിക്ക് കിട്ടിയ വിവരങ്ങളും ബോഡീസ് ഒക്കെ ഡീകമ്പോസിംഗ് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ട്. ഇപ്പൊ ഇവിടെ പോസ്റ്റ്മോർട്ടം സൈറ്റിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ക്യാമ്പ് സൈറ്റിൽ ഞങ്ങൾ പോയിരുന്നു. ഇപ്പം മൊത്തം ഇവിടെ തന്നെ 4-5 ക്യാമ്പുള്ളതെല്ലാം ഫുൾ ആണ്. ഇപ്പം കംപ്ലീറ്റ് ഫുൾ കപ്പാസിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നലെ കോഴിക്കോട് രൂപത മെത്രാൻ വർഗീസ പിതാവൊക്കെ ഇവിടെ വന്നിരുന്നു. പിന്നെ എല്ലാ വിധത്തിലും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ നോക്കുകയാണ്. ക്യാമ്പിലെ അപ്ഡേറ്റ് എന്ന നിലയ്ക്ക് ബോഡീസ് എത്തിക്കൊണ്ടിരിക്കുന്നു കൂടുതലായിട്ട്. പിന്നെ റിക്കവറി ഇനി എത്രമാത്രം അതെനിക്ക് നിങ്ങൾക്കറിയാം ഒരു പക്ഷേ എന്നെക്കാട്ടിലും കൂടെ റിക്കവറി ആസ് സച്ച്
ഇതൊക്കെയാണ് ഇപ്പൊ എനിക്ക് കിട്ടുന്നത്. വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം മാം. മരണസംഖ്യ കൂടുന്നു. ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ടോ ഇപ്പോഴും? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഈ ലാൻഡ് സ്ലൈഡിന് ശേഷമുള്ള ആ ലാൻഡിന്റെ ലേ ഔട്ട് ആകെ ഒരുമാതിരി മടിയും പിന്നെ എല്ലാം കൂടി അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പെട്ടെന്ന് എളുപ്പമല്ല. അപ്പം ഹെവി മെഷീനറി എക്യുപ്മെന്റും സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റും എത്തിക്കാൻ പറ്റാത്തത് കൊണ്ടോ രക്ഷാപ്രവർത്തനം വളരെ മിനിമലായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ സർവൈവലിനുള്ള സാധ്യതകളും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് ഇവിടെ ലോക്കലായിട്ട് കിട്ടുന്ന പൾസ്. ഞാനിവിടെ അവിടെ ഇവിടെയൊക്കെ താമസിക്കുന്ന ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരെ നേരിട്ട് കണ്ട് ചോദിച്ച് പറഞ്ഞ വിവരങ്ങളാണ് ഇതൊക്കെ. വൈകുന്നത് ഒരു ഭാഗത്ത് നമുക്ക് അസാധ്യമായതിൻ്റെതായിരിക്കാം. ശ്രമക്കുറവാന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കാരണവശാലും. കാരണം ഇപ്പൊ സൈന്യം അവിടെയുണ്ട്, എല്ലാവരും പരിശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ പള്ളിയിൽ തന്നെ ഇപ്പൊ ഇവിടെ പട്ടാളക്കാരൊക്കെ ഇവിടെ ഞങ്ങളുടെ ഒരു ഹോളിലാണ് വന്ന് അന്തി ഉറങ്ങുന്ന ഒരു വലിയൊരു ടീം. അപ്പൊ അങ്ങനെ നമ്മളതിന് നടുക്കാ ഉള്ളത്. അപ്പൊ അത് വെച്ച് നമുക്ക് പരിശ്രമക്കുറവെന്ന് പറഞ്ഞുകൂടാ. കുറച്ച് കാലാവസ്ഥ കുറച്ചിപ്പം മൊത്തമുള്ള ആ ഒരു ഫ്ലാറ്റൻഡ് ലാൻഡിൻ്റെതായ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അവിടെ. എല്ലാം ഒരു ചെളിയും ചേറും പിന്നെ കെട്ടിടത്തിന്റെയും ഒക്കെയുള്ള അവശിഷ്ടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെടുത്താൻ അവർക്ക് പറ്റുന്നുമില്ല. ബെയിലി പാലത്തിന്റെ അടക്കം നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇന്നലെ രാത്രി വൈകിയും അടക്കം സൈന്യം അവിടെ ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം അവിടെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും ഇപ്പോഴും അത് പുരോഗമിക്കുകയാണ്. അവസാന ഘട്ടത്തിലെത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് പൂർത്തിയാവുന്നതോടുകൂടി കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ എത്തിച്ചുള്ള രക്ഷാപ്രവർത്തനം അവിടെ നടത്താൻ കഴിയില്ലേ? തീർച്ചയായിട്ടും. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ അടിയന്തര ആവശ്യം. അതോടുകൂടി എന്തെങ്കിലും ഇതിനൊരു മൊമെന്റം, ഒരു സ്പീഡ് കിട്ടുകയുള്ളൂ എന്നാ എന്റെ ഒരു നിഗമനം. ബാക്കിയെല്ലാം അവർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ലോക്കലായിട്ട് പ്രാദേശികമായിട്ട് ഇഷ്ടംപോലെ വോളണ്ടിയേഴ്സും പിന്നെ ക്യാമ്പ്സിലും ഒക്കെ വേണ്ടത് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ നിന്നുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ തടസ്സം മാം പറഞ്ഞതുപോലെ വളരെ കറക്റ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള സ്പെഷ്യൽ എക്യുപ്മെന്റ് എത്തിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ. ബാക്കി ടൗണിലും ഇവിടെയൊക്കെ എല്ലാവരും, ഞങ്ങളടക്കം വോളണ്ടിയേഴ്സും യൂത്തും എല്ലാവരും ആൾക്കാർ ഇഷ്ടം പോലെ കൈമേയി മറന്ന് അധ്വാനിക്കുകയാണ്, സഹായിക്കുകയാണ്. നമ്മൾ അതിശയിക്കും. ഇത് കേരളീയരുടെ ശക്തിയാണെന്ന് നമ്മൾ തിരിച്ചറിയുക. ഒരു ദിവസം കൊണ്ട് ജനം ഒരുമിച്ച് വന്ന് ഈ വേദനയില് മനുഷ്യരൊരുമിക്കുകയാണ്. മനുഷ്യര് അവിടെ മതമോ ഒന്നുമില്ല. അതാണ് ഏറ്റവും വലിയ ഒരു അനുഭവമായിട്ട് മാറുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തില് മനുഷ്യരെല്ലാവരും ഒരുമിച്ച് ഒരു മനസ്സോടെ ഈ വേദന പങ്കുവെച്ച്. ഇന്നലെ ഞങ്ങൾ ഇവിടുന്ന്, ഈ കത്തോലിക്ക പള്ളിയാണ്, ഞങ്ങൾ ഇവിടെ നിന്ന് മെത്രാനടക്കം ഞങ്ങൾ പോയത് ഇവിടുത്തെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയിലാണ്. അവിടെ ഞങ്ങൾ അരമണിക്കൂർ കൂടി ഇരുന്ന് അവരുടെ വേദനകളൊക്കെ പങ്കുവെച്ച് പ്രാർത്ഥിച്ച് അവിടുന്ന് മാറിയത്. അപ്പം ഇത് മനുഷ്യരാശിയുടെ ഒരുമിച്ചുള്ള വേദനയാ. അതില് എല്ലാ കേരള ജനതയും ഒരുമിക്കുകയാണ് മാം. അത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഞങ്ങൾ അതിന്റെ ഭാഗമാണ്. ഇന്നിപ്പോ ലേറ്റസ്റ്റ് ഞങ്ങൾ ചെയ്തത് നമ്മുടെ പള്ളിയുടെ ഓഡിറ്റോറിയം മോർച്ചറിക്ക് എന്താ പറയാ മൊബൈല് ഫ്രീസർ വെക്കാൻ വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുക. ഇത് ഏറ്റവും ലാസ്റ്റ് നടന്ന കാര്യം. അപ്പൊ അത്രയും കൃത്യമായിട്ട് അതിന്റെ പുറകിൽ ഞങ്ങൾ ഒരുമിക്കാന്ന് ഞാൻ പറയുക. തീർച്ചയായിട്ടും ഈ ഒരു മൂവ്മെന്റ് ആയിരിക്കും നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. ഹെവി പിന്നെ സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റ് എത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനം. യു ആർ വെരി കറക്റ്റ്. നന്ദി ഫാദർ. മേപ്പാടി ടൗൺ പള്ളി വികാരി ഫാദർ സണ്ണി എബ്രഹാമാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. തിരിച്ചു വരാം ഒരിടവേളയ്ക്ക് ശേഷം.